ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടിൻ്റെ തനിമ നിലനിർത്തുന്ന കോഴിക്കോട് ബീച്ചിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കോഴിക്കോട് ബീച്ചിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്ന ഇത് കണ്ടോ, ഐക്ക് കണ്ടോ, ഇതിന് മുമ്പിലാണ്. ഇത് 2 വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വേസ്റ്റാണ്, കച്ചറ വേസ്റ്റ്. ഇതിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്, ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടുന്ന് ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തുനിന്ന് വരുന്ന പല ആൾക്കാർക്കും ഇതൊരു കച്ചറ വെള്ളമാണെന്നുള്ള അറിയില്ല. നിങ്ങൾ ഈ കണ്ട കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ? ഇത് നമ്മളെ ഇത്രയും ആൾക്കാർ വരുന്ന കോഴിക്കോട് ബീച്ചിന്റെ അത്രയും സൗന്ദര്യമുള്ള ഒരു ഏരിയന്റെ ഇടയിൽ കൂടെ ആൾക്കാർ ഇത് കാണാതെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഭവമാണിത്. നമ്മൾ നേരെ നിൽക്കുന്നപ്പോൾ ബീച്ച് ഹോസ്പിറ്റലിന്റെ നേരെ മുമ്പിലാണ്. ഇതുപോലെ ഇതേ സെയിം പ്രശ്നം തന്നെ നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലുണ്ട്. ഇതൊക്കെ അധികാരികൾ കാണാനായിട്ടാണെന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. എന്താ വെച്ചാൽ പല ആൾക്കാർ പല വീഡിയോകൾ ചെയ്തിട്ട് ഇതേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ആൾക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അവർക്ക് ഇത് നന്നാക്കിയിട്ട് ചിലപ്പോൾ കാര്യമായിട്ട് എന്തും കിട്ടുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഇതെന്തെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയൂല ഇത് ഇത്രയും മലിനമായിട്ടുള്ള വെള്ളമാണ് ഇവിടെ വരുന്നതെന്നുള്ളത്. കുട്ടികൾ കളിക്കുന്നുണ്ട്, ആൾക്കാർ ഇത് ക്രോസ് ചെയ്തിട്ട് നടന്നു പോകുന്നുണ്ട്. ഇത് കണ്ട് മനസ്സിലായ ആൾക്കാർ തന്നെ ഇവിടുന്ന് ഒന്ന് അപ്പുറത്തേക്ക് പാസ് ചെയ്യണമെങ്കിൽ ചാടി കടക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാർ ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ 2 കൊല്ലം മുമ്പേ നമ്മൾ ഇതേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു നടപടി എടുക്കാൻ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് എത്താൻ, ഈ വീഡിയോ എത്താൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഓക്കെ.